ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ 8 നോമ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ആ നോമ്പ് ഞാൻ കൃത്യമായി എല്ലാ വർഷവും എടുക്കാറില്ല. 25 നോമ്പും 50 നോയമ്പും ഒക്കെ കൃത്യമായി എടുക്കുന്ന ഒരാളാണ് ഞാൻ. 2 വർഷം മുമ്പ് എനിക്ക് പെട്ടെന്ന് തോന്നി സെപ്റ്റംബർ 1 മുതൽ 8 വരെ നോമ്പെടുത്ത് പ്രാർത്ഥിക്കാമെന്ന്. ഈ 8 ദിവസവും ഞങ്ങളുടെ പള്ളിയിൽ വളരെ ആഘോഷമായി കുർബാനയും നൊവേനയും നേർച്ചക്കാഴ്ചകളുമൊക്കെ ഉണ്ടാവാറുണ്ട്. അന്നത്തെ പള്ളിയിലെ വികാരിയച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നു എല്ലാവരും പള്ളിയിൽ വരണം, പ്രാർത്ഥിക്കണം, ഗംഭീരമായി ഈ 8 ദിവസവും നോമ്പാചരിക്കണം എന്നൊക്കെ. ഞങ്ങളുടെ പള്ളിയിൽ അത് എല്ലാവരും അനുസരിക്കാറുണ്ട്. വലിയ ആഘോഷത്തോടെ 8 ദിവസവും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. എൻ്റെ ചെറിയ മോളുടെ ബർത്ത്ഡേ സെപ്റ്റംബർ 7-നാണ്. ഞങ്ങളത് 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ അന്ന് ആഘോഷിക്കും. എപ്പോഴും എനിക്കൊരു പതിവുണ്ട്, ഏത് തരം നൊയമ്പെടുത്താലും നൊയമ്പ് കഴിഞ്ഞ ഉടൻ ഞാൻ അതിനുള്ള അനുഗ്രഹം ഈശോയോട് ചോദിക്കും. ഉടനടി കർത്താവ് അതെനിക്ക് ചെയ്തു തരാറുമുണ്ട്. ആ പ്രാവശ്യത്തെ നോമ്പെടുത്തിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചോദിച്ചു, എന്താണ് ഈ നോമ്പിൻ്റെ അനുഗ്രഹം എനിക്ക് കാണാനില്ലല്ലോ എന്ന്. അങ്ങനെ അവിടുന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഷോപ്പുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിലേക്ക് ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. എൻ്റെ മോള് സ്കൂളിൽ നിന്നും അങ്ങോട്ടാണ് വരുന്നത്. ഒരു ദിവസം ഞങ്ങൾ ബാക്ക് വൃത്തിയാക്കാൻ വേണ്ടി ഞാനും 3 പേരും കൂടി ബാക്കിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മോള് ബാക്കിലോട്ട് വന്നു. അങ്ങനെ അവൾ വന്ന് പെട്ടെന്ന് അവൾക്ക് കാലിൽ എന്തോ ചവിട്ടിയതുപോലെ തോന്നി. അങ്ങനെ അവൾ നോക്കിയതും ശരിക്കും ഒരു മൂർഖൻ പാമ്പിനെയാണ് കണ്ടത്. അത് ഇങ്ങനെ ബാക്കിലേക്ക് തിരിഞ്ഞ് മോളെ കടിക്കാൻ ഇങ്ങനെ വരുന്നതിന് മുമ്പ് വേഗം മോള് തിരിച്ചു ഓടി റൂമിലേക്ക് കയറി. അങ്ങനെ അപ്പോഴത്തേനും ഞാൻ ഒച്ച വച്ച ആൾക്കാരെയൊക്കെ കൂട്ടി അതിനെ കൊന്നു. ഞങ്ങൾ 4 പേരും അതിൽ കൂടിയാണ് പോയത്. ഞങ്ങളെ ആർക്കും അതിന് തൊടാൻ സാധിച്ചില്ല. എൻ്റെ മോള് ചവിട്ടിയിട്ടും അതിൻ്റെ കടി ഏൽക്കാതെ ഈശോയും പരിശുദ്ധ അമ്മയും രക്ഷിച്ചു. ഞാൻ അപ്പോൾ തന്നെ നന്ദി പറഞ്ഞു. നോമ്പിൻ്റെ ഫലം എനിക്ക് കിട്ടി. ഇതിലും വലിയ അനുഗ്രഹം എനിക്ക് ജീവിതത്തിൽ ഇനി കിട്ടാനില്ല എന്ന്. എൻ്റെ കൂടെയുള്ള 3 പേരും ചെറുപ്പക്കാരായിരുന്നു. എൻ്റെ മോളാണെങ്കിലും ചെറുത്. ഒരു വലിയ ഷോക്കായിരുന്നു കുറച്ച് ദിവസങ്ങളോളം എനിക്ക് അത്. വലിയ ഒരു ആപത്തിൽ നിന്ന് രക്ഷിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.